ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റായ ഹോണസ്റ്റി പേസ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസാണ്. 5ാമത്തെ യൂണിറ്റിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഒരു പോം ഉണ്ട്. ആ പോയത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യം ആ പോയം ഒന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. സോ മെനി ജോബ്സ്. ജോബ്സ് മീൻസ് അല്ലേ ജോലികൾ അല്ലേ, കുറേ ജോലികൾ അല്ലേ. സോ മെനി ജോബ്സ് അല്ലേ, നിരവധി ജോലികൾ. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദി ക്രോപ്സ്. ഫാമേഴ്സ് കർഷകർ എന്താണ് ചെയ്യുന്നത്? കർഷകരുടെ ജോലി എന്താണ്, ജോബ് എന്താണ്? പ്ലാന്റ് ആൻഡ് റീപ്പ് ദി ക്രോപ്സ് അല്ലേ. ക്രോപ്സ് വിളകൾ പ്ലാന്റ് ചെയ്യുക, നടുകയും അത് റീപ്പ് ചെയ്യുകയും അത് കൊയ്യുകയും അല്ലേ, വിളവെടുക്കുകയും ചെയ്യുന്നതാണ് കർഷകരുടെ ജോലി. ടൈലേഴ്സ് സ്റ്റിച്ച് ദി ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ടൈലേഴ്സ് എന്താണ്, ക്ലോത്ത്സിലെ തുണികൾ വസ്ത്രങ്ങൾ എന്താണ്, തുന്നുകയാണ്, സ്റ്റിച്ച് ചെയ്യുന്നതാണ് ടൈലേഴ്സിൻ്റെ ജോലിയിലെ. സ്റ്റിച്ച് ദി ക്ലോത്ത്സ് ഫോർ ടോപ്സ്, ടോപ്സിനുള്ള ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്യുക, തുന്നുന്നതാണ് ടൈലേഴ്സിൻ്റെ ജോലി. ഡോക്ടേഴ്സ് ഹീൽ ദി വീക്ക് ആൻഡ് ഇൽ. ഡോക്ടേഴ്സിൻ്റെ ജോബ് എന്താണ്, ജോലി എന്താണ്? ഹീൽ ദി വീക്ക് ആൻഡ് ഇൽ. ഹീൽ ചെയ്യുക, സുഖപ്പെടുത്തുക അല്ലേ, രോഗികളെ സുഖപ്പെടുത്തുക, ഇല്ലായവരെ രോഗികളെ സുഖപ്പെടുത്തുകയും അതേപോലെ വീക്കായവരെ, ദുർബലരെ വീക്കായവരെയും സുഖപ്പെടുത്തുന്ന, ഹീൽ ചെയ്യുന്ന ജോലിയാണ് ഡോക്ടേഴ്സിൻ്റെത്. ഡാൻസേഴ്സ് ഡാൻസ് ഫോർ അസ് ടു ചിൽ. ഡാൻസേഴ്സിൻ്റെ ജോബ് എന്താണ്? ഡാൻസ് ചെയ്യുക അല്ലേ, നൃത്തം ചെയ്യുക എന്നുള്ളതാണല്ലേ. ഫോർ അസ് ടു ചിൽ, നമുക്ക് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഡാൻസേഴ്സിൻ്റെ ജോബ്. ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലയർ. ആർട്ടിസ്റ്റ് കലാകാരന്മാർ ഡ്രോ ആൻഡ് പെയിൻറ്റ് അല്ലേ, വരക്കുകയും അത് പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിത്ത് ഫ്ലയർ അല്ലേ, സമർത്ഥമായി നല്ല കൈവോടെ അവർ അത് വരക്കുകയും പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പൈലറ്റ്സ് ഫ്ലൈ ദി പ്ലെയിൻസ് ഇൻ ദി എയർ അല്ലേ. പൈലറ്റ്സ് എന്താണ്? പ്ലെയിൻസ് ഫ്ലൈ ചെയ്യല്ലേ, എയറോപ്ലെയിൻ വിമാനം പറത്തുന്നതാണ് അല്ലേ, എയറിൽ വായുവിൽ ആകാശത്ത് വിമാനം പറത്തുന്നതാണ് പൈലറ്റ്സ് ചെയ്യുന്നത്. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്. വർക്കേഴ്സിലെ തൊഴിലാളികൾ, ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജോലി ചെയ്യുന്നത് വിത്ത് പ്രൈഡ്, അഭിമാനത്തോടെ ചെയ്യുന്നു അല്ലേ, പ്രൈഡോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആൾ ആർ ഈക്വൽ ഇൻ ദർ സ്ട്രൈഡ്. എല്ലാവരും അവരുടെ മുന്നേറ്റത്തിൽ തുല്യരാണ്, ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള തുല്യതയുണ്ട്. വിച്ച് ആർ ദി ജോബ്സ് മെൻഷൻഡ് ഇൻ ദി പോയം. ഈ പോയത്തിൽ മെൻഷൻ ചെയ്ത ജോബ്സ്, ജോലികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ജോബ്സ് ആണ് ഈ പോയത്തിൽ മെൻഷൻ ചെയ്തത് അല്ലേ? ഫാമേഴ്സ് കർഷകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടൈലേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പൈലറ്റ്, പിന്നെ അതേപോലെ എല്ലാ വർക്കേഴ്സ് അല്ലേ, ആൾ വർക്കേഴ്സ് അല്ലേ, എല്ലാ വർക്കേഴ്സിൻ്റെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു സീൻ പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റി, ലൊക്കേഷൻ, സ്ഥലത്തിൽ നിങ്ങൾ ഈ ജോലികൾ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? യെസ് അല്ലേ, കണ്ടിട്ടുണ്ട് ഇല്ലേ. ഈ പറഞ്ഞ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? യെസ്, ഉണ്ട്. നെയിം ദി ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്സ്. ഈ ജോലികൾക്ക് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റത്തെ ജോലി ഏതാണ്? ഫാർമർ, കർഷകരുടെ ടൂൾ ഏതാണ്? പ്ലഫ് അല്ലേ, ഉയ്ത് മറിക്കുന്ന, ആ നിലം ഉയ്ത് മറിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേരാണ് പ്ലഫ്. ടൈലറിൻ്റെ ആയുധം ഏതാണ് ഇല്ലേ? ടൈലേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ ടൂൾ ഏതാണ്? ടൈലറിങ് മെഷീൻ ആണല്ലേ, സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടല്ലേ ടൈലർ ചെയ്യുന്നത്. ഡോക്ടേഴ്സിൻ്റെത് സ്റ്റെതസ്കോപ്പ്. ആർട്ടിസ്റ്റിൻ്റെത് പെയിൻറ്റും ബ്രഷും ഉപയോഗിച്ചിട്ടല്ലേ അവർ പെയിൻറ്റ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റ്. അതുപോലെ പൈലറ്റിൻ്റെത് എയറോപ്ലെയിൻ അല്ലെ, വിമാനം. ആക്ടിവിറ്റി 1, റീഡ് ദി ഫോളോവിങ് ലൈൻസ്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദി ക്രോപ്സ്. ടൈലേഴ്സ് സ്റ്റിച്ച് ദി ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ഹിയർ ക്രോപ്സ് ആൻഡ് ടോപ്സ് ആർ റൈമിംഗ് വേർഡ്സ് അല്ലേ. ഇവിടെ ക്രോപ്സും ടോപ്സും അല്ലേ, ഓരോ ഉച്ചാരണം വരും ലാസ്റ്റിലെ. ക്രോപ്സ്, ടോപ്സ് അത് റൈമിംഗ് വേർഡ്സ് ആണല്ലേ, അവസാനത്തെ ഉച്ചാരണം ഒരേപോലെ അല്ലേ. ക്രോപ്സ്, ടോപ്സ്, ലെപ്സ് എന്ന് വരുന്ന സൗണ്ട് ആണല്ലേ. അപ്പോൾ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. ഈ പോയത്തിലുള്ള ബാക്കിയുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലേ, ഒരേ ഉച്ചാരണം വരുന്നില്ലേ. ഇൽ, ചിൽ, ഫ്ലയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്. ഇൽ, ചിൽ അല്ലേ, ലാസ്റ്റത്തെ സൗണ്ട് ഒരേപോലെയുള്ള റൈമിംഗ് വേർഡ്സ്. ഫ്ലയർ, എയർ അല്ലേ, ഒരേ സൗണ്ട് അല്ലേ വരുന്നത്. പ്രൈഡ്, സ്ട്രൈഡ് അല്ലേ, ഈ അവസാനം വരുന്ന അല്ലേ ഇഡ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സൗണ്ട് വരുന്ന റൈമിംഗ് വേർഡ്സ് നമ്മൾ ഈ അവസാനത്തിലുള്ള എല്ലാ വേർഡ്സും അല്ലേ, ക്രോപ്സ്, ടോപ്സ്, ഇല്ല്, ചില്ല്, ഫ്ലയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്, ഇതൊക്കെ എന്താണ്, ഓരോ പെയേഴ്സാണ്, റൈമിംഗ് വേർഡ്സ് ആണ്. ആക്ടിവിറ്റി 2, ഹിയർ ആർ ദി പിക്ചേഴ്സ് ഓഫ് സം വർക്കേഴ്സ് ആൻഡ് ദെയർ ടൂൾസ് അല്ലേ. ഇവിടെ കുറച്ച് വർക്കേഴ്സ്, ജോലി ചെയ്യുന്ന ആളുകളുടെ പിക്ചേഴ്സും അവരുടെ ടൂൾസ് അല്ലേ, അവർ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ പിക്ചേഴ്സും ഉണ്ട്. മാച്ച് ദം വിത്ത് ദെയർ ടൂൾസ്, അവരുടെ ടൂൾസുമായിട്ട് അവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്, യോജിപ്പിക്കാൻ. ഓക്കെ, ഞാനിവിടെ ഓരോ വർക്കേഴ്സിൻ്റെ ടൂൾസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ ഒരു പ്ലംബറിൻ്റെ പിക്ചറാണുള്ളത്. പ്ലംബറിൻ്റെ ടൂൾ ഏതാണ്? പൈപ്പ് റെഞ്ചാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. പ്ലംബിങ്, വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ പൈപ്പ് റെഞ്ചിൻ്റെ പിക്ചറായിട്ട് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഒരു ബാർബറിൻ്റെ പിക്ക് സിസേഴ്സുമായിട്ടില്ലേ, കത്രികയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. ബാർബേഴ്സിന് കത്രികയല്ലേ മുടി വെട്ടാനൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്വീപ്പറാണല്ലേ, സ്വീപ്പറിന് നിലമൊക്കെ വൃത്തിയാക്കുന്ന ആളില്ലേ, ആളുടെ ടൂൾ ഏതാണല്ലേ? ചൂലാണല്ലേ. ചൂലിന് എന്താണ് പറയുക? ബ്രൂം എന്നാണ്.
നെക്സ്റ്റ് ഒരു പെയിൻറ്റർ ഉണ്ടല്ലേ, പെയിൻറ്ററിൻ്റെ ടൂൾ ഏതാണ്? പെയിൻറ്റിങ് ബ്രഷ് ആണല്ലേ, ബ്രഷ് ഉപയോഗിച്ചല്ലേ പെയിൻറ്റ് ചെയ്യാറ്. നെക്സ്റ്റ് ഒരു കാർപ്പൻ്റർ ഉണ്ടല്ലേ, നമ്മുടെ ആശേരിയുടെ ടൂൾ ഏതാണ്? സോ എന്ന് പറഞ്ഞിങ്ങനെ മരമൊക്കെ കട്ട് ചെയ്യുന്ന ആ ടൂളില്ലേ, സോ എന്നാണ് ഇതിന് പറയുക. നെക്സ്റ്റ് നമ്മുടെ ഡോക്ടർ ഉണ്ട്, ഡോക്ടറിൻ്റെ ടൂൾ ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണല്ലേ. മേക്ക് ആൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടൂൾസ്. ഒരു ആൽബം ഉണ്ടാക്കാനാണ് യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സും ടൂൾസും അല്ലേ, ഓരോ ജോലികളും അതിൻ്റെ ടൂൾസും അല്ലേ, അവർ ഉപയോഗിക്കുന്ന ആ ടൂൾസിലെ ആയുധം. ഡോക്ടർ എന്നുള്ള ജോബ്, ആ ജോലിയുടെ ടൂൾ എന്താണ്? സ്റ്റെതസ്കോപ്പിലെ ഇങ്ങനെ വെച്ച് നോക്കുന്ന, നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന സ്റ്റെതസ്കോപ്പിലെ. ടൈലറിൻ്റെ ടൂൾസ് എന്താണ്? ടൈലറിങ് മെഷീനില്ലേ, ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഓരോന്ന് മെഷീൻ അടിക്കുന്നതില്ലേ, ഓരോ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത്. ടീച്ചറിൻ്റെ ടൂൾ എന്താണ്? ബുക്ക്. സ്വീപ്പറിൻ്റെ ടൂൾ എന്താണ്? ബ്രൂം അല്ലേ, അതവരെ സ്വീപ്പർ മീൻസ് അടിച്ചു വാരുന്നവർ, അവർക്ക് അടിച്ചു വാരണ ആ സാധനമല്ലേ ചൂല് പോലത്തെ, അതാണ് ബ്രൂം. പെയിൻറ്ററിൻ്റെ പെയിൻറ്റിങ് ബ്രഷ്. ഫാമറിൻ്റെ എന്താണ്? പ്ലഫ് അല്ലേ, ഒയിന്ന് മറിക്കാൻ വേണ്ടിയിട്ട്, നിലമൊക്കെ ഒയിന്ന് മറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലഫ്. ഡ്രൈവറിൻ്റെ ടൂൾ എന്താണ്? വെഹിക്കിളാണല്ലേ, വാഹനമാണ്. എഞ്ചിനീയറിൻ്റെ ടൂൾ എന്താണ്? കമ്പ്യൂട്ടറാണല്ലേ, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവരോരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ആ ആയുധ ടൂൾസ്. ഫിൽ ദി ഫോളോവിങ് ടേബിൾ. ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ജോബ്സിലെ ജോലികൾ ഏതൊക്കെ? ഡോക്ടർ, ടീച്ചർ, പെയിൻറ്റർ, സ്വീപ്പർ. വാട്ട് ഡു ദേ ഡു? അവർ ചെയ്യുന്നത് എന്താണ്? ഡോക്ടർ ട്രീറ്റ്സ് ദി പേഷ്യൻ്റ്, പേഷ്യൻസിനെ, രോഗികളെ ട്രീറ്റ് ചെയ്യുന്നു, ചികിത്സിക്കുന്നു. ടീച്ചർ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു ദേ ഡു? അവരെന്താണ് ചെയ്യുന്നത്? ടീച്ചർ സ്റ്റുഡൻസിലെ, കുട്ടികളെ പഠിപ്പിക്കുന്നു, ടീച്ച് ചെയ്യുന്നു. പെയിൻറ്റർ എന്താണ് ചെയ്യുന്നത്? പെയിൻറ്റ്സ് വാളിലെ, വാൾ ചുമരൊക്കെ പെയിൻറ്റ് ചെയ്യുന്നു അല്ലേ, പെയിൻ്റ് അടിക്കുന്നു. സ്വീപ്പർ സ്വീപ്സ് ദി ഫ്ലോറിലെ, ഫ്ലോർ നില എന്താണ്? വൃത്തിയാക്കുന്നു, സ്വീപ്പ് ചെയ്യുന്നു, അടിച്ചു വാരുന്നു. ആക്ടിവിറ്റി 3, റൈറ്റ് എ റൈം ലൈക്ക് ദി വൺസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് പോലത്തെ റൈം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ഒരു ടീച്ചറുണ്ട്, ഒരു ടൈലർ ഉണ്ട് അല്ലേ, അവരെ കുറിച്ചിട്ടുള്ള ഒരു റൈം, ഒരു പോയമാണ് താഴെ തന്നിട്ടുള്ളത്. അതുപോലത്തെ ഒരു പോം ഏതെങ്കിലും ഒരു ജോബിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതണം. ഐ ആം എ ടീച്ചർ ഇൻ ദി ടൗൺ. ഞാൻ എന്താണ്? ഈ ടൗണിലെ ടീച്ചറാണ്. ആൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്. എല്ലാ ദിവസവും ഞാൻ എന്താണ്? എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു. അതെൻ്റെ ജോലിയാണ്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ദി ജോബ് വാട്ട് ഐ ലൈക്ക് ടു ഡു. എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഞാൻ ഈ ചെയ്യുന്ന ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ ടൈലർ എന്താണ്? ഐ ആം എ ടൈലർ ഇൻ ദി ടൗൺ. ഞാൻ എന്താണ്? ഈ ടൗണിലെ ടൈലറാണ് അല്ലേ, തയ്ക്കുന്ന ആളാണ്. ആൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ അല്ലേ, എല്ലാ ദിവസവും ഞാൻ എന്താണ്? ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നു. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു അല്ലേ, ഇതാണ് എൻ്റെ ജോലി, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ദി ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇതാണ് എൻ്റെ ജോലി, ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലി. ദാറ്റ് ഐ ലൈക്ക് ടു ഡു, ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ ജോലിയാണ്. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് എന്താണ്? ഒരു പോലീസിനെ കുറിച്ചിട്ട് എഴുതിയാലോ. ഐ ആം എ പോലീസ് ഇൻ ദി ടൗൺ. ഈ ടൗണിലെ പോലീസാണ് ഞാൻ. ആൾ ഡേ ലോങ് ഐ ക്യാച്ച് ദി തീവ്സ് അല്ലേ, ആൾ ഡേ ലോങ് എല്ലാ ദിവസവും ഞാൻ എന്താണ്? തീവ്സിനെ, കള്ളന്മാരെ പിടിക്കുന്നു. ഐ ക്യാച്ച് ദി തീവ്സ്. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു അല്ലേ, ഇതാണ് എൻ്റെ ജോലി, ദാറ്റ് വാട്ട് ഐ ഡു, ഞാൻ ഈ ചെയ്യുന്നതാണ് എൻ്റെ ജോലി. ഇറ്റ്സ് ദി ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു അല്ലേ, ഇതാണ് എൻ്റെ ജോലി, ഞാൻ ഇഷ്ടപ്പെടുന്നല്ലേ, ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലി ഇതാണ്. ഇതേപോലെ ലൈൻസ് ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് ജോബും മാറ്റുക അല്ലേ, അത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 4, മാച്ച് ദി വേർഡ്സ് മേക്ക് പെയേഴ്സ് അല്ലേ, ഈ വേർഡ്സ് മാച്ച് ചെയ്തിട്ട് പെയേഴ്സ് ജോഡികൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ജോബ്സും അതിൻ്റെ വെഹിക്കിൾസ്, വാഹനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ട്മാൻ എന്നുള്ള ജോബിൻ്റെ വെഹിക്കിൾ അല്ലേ, ആ വാഹനം ഏതാണല്ലേ? ബോട്ട്മാൻ്റെ എന്തായിരിക്കും? ബോട്ടാണല്ലേ വെഹിക്കിള്. ഡ്രൈവറിൻ്റെ വെഹിക്കിൾ എന്തായിരിക്കും? ബസ്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ ജോബ്സും അതിൻ്റെ വെഹിക്കിളും ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ട് പെയേഴ്സ് ജോഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ട്മാൻ്റെത് ബോട്ടാണ് നമ്മൾ പറഞ്ഞു, ഡ്രൈവറിൻ്റെത് ബസ്സിലെ, ബസ്സാണ് ഡ്രൈവേഴ്സ് ഓടിക്കുന്നത്. അല്ലെങ്കിൽ ഏത് വെഹിക്കിളാണോ ഇവിടെ തന്നത് ആ വെഹിക്കിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലേ. ഇതിൽ തന്നിട്ടുള്ളത് ബസ്സാണല്ലേ ഡ്രൈവറിൻ്റെത്. പൈലറ്റിൻ്റെ എന്താണ്? എയർക്രാഫ്റ്റ്. ലോക്കോ പൈലറ്റിൻ്റെത് എന്താണ്? ട്രെയിൻ ഓടിക്കുന്ന ആ ജോബിനെയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിമാനം പറത്തുന്ന ജോലിയാണ് പൈലറ്റ്സിലെ, പൈലറ്റാണ് വിമാനം പറത്തുന്നത്. ക്യാപ്റ്റൻ്റെ വെഹിക്കിൾ എന്താണ്? ഷിപ്പിലെ, നമ്മുടെ കപ്പൽ ഓടിക്കുന്ന ആളുകളെയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 5, ഡ്രോ ആൻഡ് സ്പീക്ക് അല്ലേ, വരക്കാനും അതിനെക്കുറിച്ച് സ്പീക്ക് ചെയ്യാനും പറയാനുമാണ് പറഞ്ഞിട്ടുള്ളത്. വൺ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ, സ്റ്റെതസ്കോപ്പ് തന്നിട്ടുണ്ടല്ലേ ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ ആ സ്റ്റെതസ്കോപ്പ് സ്പീക്ക് ചെയ്യാണ്. എന്താ പറയുക? ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹേർട്ട് ബീറ്റ്. എനിക്ക് നിങ്ങളുടെ ഹേർട്ട് ബീറ്റിലെ, ഹൃദയമിടിപ്പ് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഹൃദയമിടിപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നതില്ലേ. ഐ ക്യാൻ അല്ലേ, ആ സ്റ്റെതസ്കോപ്പ് പറയുന്നത് പോലെ ഇവിടെ സ്പീക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീപ്പ് ചെയ്യുന്ന, അടിച്ചു വാരുന്ന ചൂല് പോലുള്ള ആ സാധനമാണ് ബ്രൂം. അപ്പോൾ അതെന്താണ് പറയാല്ലേ? ഐ ക്യാൻ ക്ലീൻ ദി ഫ്ലോർ അല്ലേ, എനിക്കെന്താണ് ആ ഫ്ലോർ, ആ തറ ക്ലീൻ ചെയ്യാൻ കഴിയും. ബ്രൂമിൻ്റെ ഏകദേശ പിക്ചർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ, ചൂല് പോലുള്ള ചൂല്, അതാണ് ബ്രൂം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നല്ലതുപോലെ നിങ്ങൾ വരക്കുക. നെക്സ്റ്റ് പെയിൻറ്റിങ് ബ്രഷില്ലേ, പെയിൻറ്റ് അടിക്കുന്ന ബ്രഷില്ലേ, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ വരക്കുക. ഞാൻ വരച്ചത് റെഡി ആയിട്ടില്ല. ഐ ക്യാൻ പെയിൻറ്റ് യുവർ വാൾ, എനിക്ക് നിങ്ങളുടെ വാൾ, ചുമരെന്താണ്? പെയിൻറ്റ് ചെയ്യാൻ കഴിയൂലേ, പെയിൻറ്റ് അടിക്കാൻ കഴിയൂലേ. പെയിൻറ്റിങ് ബ്രഷ് പറയുന്നത് പോലെ, പെയിൻറ്റിങ് ബ്രഷ് പറയാണ് ഐ ക്യാൻ പെയിൻറ്റ് യുവർ വാൾ, എനിക്ക് നിങ്ങളുടെ വാൾ, ചുമരെന്താണ്? പെയിൻറ്റ് അടിക്കാൻ കഴിയില്ലേ, പെയിൻറ്റ് ചെയ്യാൻ കഴിയും.
അപ്പോൾ നല്ലൊരു പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ പിക്ചർ കൂടി ഇവിടെ വരയ്ക്കുക. ആക്ടിവിറ്റി 6. ദി ഫാമർ നരേറ്റഡ് ദി വോൾ സ്റ്റോറി ടു ദി കിങ്. കംപ്ലീറ്റ് ഇറ്റ്. ഫാമറിലെ നമ്മുടെ കർഷകൻ നരേറ്റഡ് ദി വോൾ സ്റ്റോറി ടു ദി കിങ്ങിലെ കിങ്ങിനോട് എല്ലാ കഥയും നരേറ്റ് ചെയ്ത് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫാമർ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് അകപ്പെടുമ്പോൾ ആ സ്റ്റോറി പറയുന്നുണ്ടല്ലേ, ഐ ആം എ ഫാമർ, ഞാനൊരു കർഷകനാണ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിലെ കുറേ വർഷങ്ങളുടെ ഹാർഡ് വർക്ക് കഠിനാധ്വാനത്തിന് ശേഷം ഐ ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഒരു ഗോൾഡ് കോയിൻ വാങ്ങുന്ന അത്രയും ഞാൻ സമ്പാദിച്ചു, ഏൺ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ പറയുക, ഫൈനലി ഐ ബോട്ട് എ ഗോൾഡ് കോയിൻ്റെ അവസാനം ഞാൻ എന്താണ് ഒരു ഗോൾഡ് കോയിൻ വാങ്ങി. ഐ കെപ്റ്റ് ഇറ്റ് ഇൻ യുവർ പാലസ് വാൾ. ഞാനത് നിങ്ങളുടെ പാലസിൻ്റെ വാളിൽ ചുമരിലാണ് അത് സൂക്ഷിച്ചത്, കെപ്റ്റ് ചെയ്തത്. ബിക്കോസ് കാരണം ഐ തോട്ട് ഞാൻ ചിന്തിച്ചു ദാറ്റ് ഇറ്റ് വാസ് ദി സേഫസ്റ്റ് പ്ലേസ്, അതായിരിക്കും സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. ടു ഹൈഡ് ദി കോയിൻ, ആ കോയിന് സൂക്ഷിക്കാൻ ഹൈഡ് ചെയ്യാൻ ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലം ഈ വാളാണെന്ന് ഞാൻ ചിന്തിച്ചു. വൺ ഡേ, ഒരു ദിവസം, മൈ വൈഫ് വാണ്ടഡ് ടു സീ ദി കാർണിവൽ. എൻ്റെ വൈഫിന്, എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ഈ കാർണിവൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഇറ്റ് വാസ് ദി ഓൺലി വൺ വിഷ് ഷീ എവർ ആസ്ക്ഡ് മീ. അല്ലേ, ഇറ്റ് വാസ് ദി ഓൺലി വൺ, അത് മാത്രമായിരുന്നു അവൾ വിഷ് ചെയ്തത്, എന്നോട് ചോദിച്ച ഒരേ ഒരു കാര്യം ഈ കാർണിവൽ കാണണമെന്നുള്ളത് മാത്രമായിരുന്നു. സോ ഐ കെയിം ടു ദി പാലസ് ടു ടേക്ക് ബാക്ക് മൈ ഗോൾഡ് കോയിൻ. സോ അതുകൊണ്ട് ഞാൻ ഈ പാലസിലേക്ക്, ഐ കെയിം ടു ദി പാലസ്, ഈ പാലസിലേക്ക് വന്നു. ടു ടേക്ക് ബാക്ക് മൈ ഗോൾഡ് കോയിൻ, എൻ്റെ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കാൻ, ടേക്ക് ബാക്ക് ചെയ്യാൻ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ വോൾ സ്റ്റോറിയിലെ ആ കഥ മുഴുവൻ എന്താണ്, ഫാമർ നമ്മുടെ കർഷകൻ കിങ്ങിനോട് പറയുന്നത് പോലെ എഴുതുകയാണ് വേണ്ടത്. ആക്ടിവിറ്റി 7. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോസ്. എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ഒരു കുതിരയെ പോലെ, ഹോസിനെ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ആൾവേസ് എംപ്റ്റി. പക്ഷേ നിങ്ങളുടെ പോക്കറ്റിലെ കീശ എന്താണ് എപ്പോഴും കാലിയാണ്, എംപ്റ്റി ആണ്. ഹിസ് വൈഫ് സൈഡിൽ, അവൻ്റെ വൈഫ് പറഞ്ഞു. ദി ഫാമർ ലെഫ്റ്റ് ദി ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. അല്ലെ, ആ ഫാമർ കർഷകൻ ലെഫ്റ്റ് ദി ഹൗസ്, വീട്ടിൽ നിന്നും ലെഫ്റ്റ് ചെയ്തു ഇറങ്ങി. വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്, ഒരു വേർഡ് പോലും, ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്. അല്ലേ, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, ചിന്തകൾ എന്തായിരിക്കും. റൈറ്റ് ഡൗൺ, അത് താഴെ എഴുതാനാണ് പറഞ്ഞത്. കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട് നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ പോക്കറ്റ്സ് എപ്പോഴും കാലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാമറിൻ്റെ ചിന്ത, അല്ലെ, കർഷകൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചത്. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അല്ലെ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടില്ലേ, ഫോർ ദി ഫസ്റ്റ് ടൈം ആദ്യമായിട്ട്, മൈ വൈഫ് ഈസ് ടെല്ലിങ് മീ എ വിഷ്. അല്ലെ, എൻ്റെ ഭാര്യ എന്താണ്, വൈഫ് എന്താണ്, ആദ്യമായിട്ടാണ് ഒരു വിഷ് ടെൽ ചെയ്യുന്നത്, എന്നോടൊരു കാര്യം പറയുന്നത്. നോയിങ് മൈ ഡിഫിക്കൽട്ടീസ് ടിൽ നൗ മൈ വൈഫ് ഹാസ് നെവർ ടോൾഡ് മീ എനി ഹെർ വിഷ്. അല്ലെ, നോയിങ് മൈ ഡിഫിക്കൽട്ടീസ്, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഡിഫിക്കൽറ്റിയും അറിഞ്ഞുകൊണ്ട്, ടിൽ നൗ ഇതുവരെ എൻ്റെ ഭാര്യ, മൈ വൈഫ് ഹാസ് നെവർ ടോൾഡ് മീ, എൻ്റെ ഭാര്യ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എനി ഹെർ വിഷിലെ, അവളുടെ ഒരു വിഷും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ കാര്യമാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അല്ലേ, ഹൗ കാൻ ഐ ടേക്ക് ഹെർ ടു ദി കാർണിവൽ. എങ്ങനെ ഞാൻ അവളെ കാർണിവലിലേക്ക് കൊണ്ടുപോകും. യെസ്, ഐ ഹാവ് ടു ബ്രിങ് ബാക്ക് ദാറ്റ് ഗോൾഡ് കോയിൻ. യെസ്, അതെ, ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കണം, ബ്രിങ് ബാക്ക് ചെയ്യണം. ദർ ഈസ് നോ യൂസ് ഇൻ കീപ്പിംഗ് ഇൻ ദർ എനിമോർ. അല്ലേ, ദർ ഈസ് നോ യൂസ്, അല്ലേ, ഒരു ഉപകാരവുമില്ല. ഇൻ കീപ്പിംഗ് ഇൻ ദർ എനിമോർ, അല്ലേ, ഇനി അവിടെ വെക്കുന്നതിൽ ഒരു ഉപകാരവുമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ദി കോയിൻ. അല്ലെ, ആ കോയിന് വിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ടേക്ക് ഹെർ ടു ദി കാർണിവൽ, എന്നിട്ട് അവളെ ആ കാർണിവൽ കാണിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അദ്ദേഹം ചിന്തിക്കുക. അല്ലേ, വൈഫിന് എന്താണ് ആദ്യമായിട്ടാണ് ഒരു വിഷ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഗോൾഡ് കോയിൻ തിരിച്ചെടുത്ത് വിറ്റിട്ട് ഞാൻ അവളെ എന്തായാലും കാർണിവലിന് കൊണ്ടുപോകണം. അല്ലേ, ആദ്യമായിട്ടൊരു വിഷ് അവൾ ചോദിച്ചതാണ്, അപ്പോൾ അത് സാധിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ആ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞത്. ആക്ടിവിറ്റി 8. ദി ഗോഡ്സ് ടുക്ക് ദി ഫാമർ ടു ദി കിങ്. അല്ലെ, ദി ഗോഡ്സിലെ ആ കാവൽക്കാർ ടുക്ക് ദി ഫാമർ, ഫാമറിനെ കർഷകനെ പിടിച്ചു, ടുക്ക് ചെയ്തു. ടു ദി കിങ്, കിങ്ങിൻ്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. വാട്ട് വുഡ് ബി ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി ഫാമർ. അല്ലെ, വാട്ട് വുഡ് ബി ദി കോൺവെർസേഷൻ, അവർക്ക് ഇടയിലുണ്ടായ സംഭാഷണം, കോൺവെർസേഷൻ എന്താണ്, ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി ഫാമർ, രാജാവും കർഷകൻ്റെ ഇടയിൽ, ബിറ്റ്വീൻ ആരുടെ ഇടയിലാണ്, കിങ്ങിൻ്റെയും ഫാർമറിൻ്റെ ഇടയിലുണ്ടായ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ രാജാവ് എന്ത് ചോദിക്കും, കിങ് എന്ത് ചോദിക്കും, ഹൂ ആർ യു, അല്ലേ, നിങ്ങൾ ആരാണല്ലേ, കിങ്ങിന് ഇതാരാന്ന് അറിയില്ലല്ലോ, അപ്പോൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ഫാമർ എന്ത് പറയും, അല്ലേ, ഐ ആം എ ഫാമർ, ഞാനൊരു കർഷകനാണ്. അപ്പോൾ കിങ് എന്ത് ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കൂലേ, അല്ലേ, പാലസിൽ നിന്ന് പിടിക്കുമ്പോൾ. അല്ലേ, വൈ യു കെയിം ടു ദി പാലസ്, നീ എന്തിനാണ് ഈ പാലസിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് വന്നത്. അപ്പോൾ ഫാമർ എന്ത് മറുപടി പറയും, ഐ കെപ്റ്റ് മൈ ഗോൾഡ് കോയിൻ ഇൻ ദി വാൾ, ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻ ഈ ചുമരിലാണ്, ഈ വാളിലാണ് സൂക്ഷിച്ചത്, കെപ്റ്റ് ചെയ്തത്. ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക്, എനിക്കത് തിരിച്ചെടുക്കണം.
അപ്പോൾ കിങ് എന്ത് ചോദിക്കും അല്ലേ, വൈ യു കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ദർ, എന്തുകൊണ്ടാണ് നീ ആ ഗോൾഡ് കോയിൻ അവിടെ വെച്ചത് അല്ലേ, വൈ യു കെപ്റ്റ് അല്ലേ, എന്തുകൊണ്ടാണ് നീ സൂക്ഷിച്ചത് ദി ഗോൾഡ് കോയിൻ ദർ, അവിടെ വെക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ഫാർമർ എന്ത് പറയും അല്ലേ, ഐ തോട്ട് ഇറ്റ് വാസ് ദി സേഫസ്റ്റ് പ്ലേസ് ടു ഹൈഡ് ഇറ്റ് അല്ലേ, ഞാൻ എന്ത് ചിന്തിച്ചു, ഐ തോട്ട് ഇറ്റ് വാസ് ദി സേഫസ്റ്റ് പ്ലേസ്, ഏറ്റവും സുരക്ഷിതമായ പ്ലേസ് ടു ഹൈഡ് ഇറ്റ്, അത് സൂക്ഷിക്കാൻ അല്ലേ, ഒളിപ്പിച്ച് വെക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഇതാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ കിങ് എന്ത് പറയും, ഓക്കെ ലെറ്റ് മീ ചെക്ക് അല്ലേ, ഞാൻ എന്താണ് അത് ചെക്ക് ചെയ്യട്ടെ അല്ലേ, അവിടെ ഗോൾഡ് കോയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീട്ടിയിട്ട് ഇത്രേ ഉള്ളൂ അല്ലേ, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഹോൾ സ്റ്റോറി കോൺവെർസേഷൻ ആക്കി എഴുതേണ്ടി വരും. ആക്ടിവിറ്റി 9, ദി ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദി കാർണിവൽ. ദി ഫാമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വൈഫും വെൻറ്റ് ടു ദി കാർണിവൽ, കാർണിവലിന് വന്നു. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദി സീൻ അല്ലേ, ഈ പിക്ചർ നോക്കിയിട്ട് അത് സീൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മൾ വിവരിച്ചെഴുതുക. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ കാർണിവൽ, ഒരു കാർണിവൽ ഉത്സവത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമല്ലേ ഇത്. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ കാർണിവൽ. കാർണിവൽ ഈസ് ഫുൾ ഓഫ് പീപ്പിൾ, ഈ ഉത്സവത്തിൽ എന്താണ് നിറയെ ആളുകളാണല്ലേ, പീപ്പിൾ ആണുള്ളത്, ഫുൾ ഓഫ് പീപ്പിൾ. ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് അല്ലേ, ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ദർ ആർ ഷോപ്സ് സെല്ലിംഗ് സ്വീറ്റ്സ് ആൻഡ് സാൾട്ടഡ് മാംഗോസ് അല്ലെ, സ്വീറ്റ്സ് മിഠായി വിൽക്കുന്നതും അതുപോലെ സാൾട്ടഡ് മാംഗോസ് ഉപ്പിലിട്ട മാങ്ങകൾ വിൽക്കുന്നതുമായ ഒരു കടകളുണ്ട് അല്ലേ, കുറേ കടകളുണ്ട്, ഷോപ്സ് ഉണ്ട്. ഹിയർ വി ക്യാൻ സീ ആൻ എലിഫന്റ് വിത്ത് എ കാപ്രിസൺ അല്ലേ, ഇവിടെ നമുക്കൊരു എലിഫന്റ്, ഒരു ആനയെ കാണാം അല്ലേ, ഒരു നെറ്റിപ്പട്ടം ഇട്ട അല്ലേ കാപ്രിസൺ ഉള്ള ഒരു ആനയെ കാണാം, അല്ലെങ്കിൽ ഇവിടെ ഒരു എലിഫന്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ അത്ര എഴുതിയാൽ മതി അല്ലേ. ഹിയർ വി ക്യാൻ സീ ആൻ എലിഫന്റ് അല്ലെ, ദർ ഈസ് ആൻ എലിഫന്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. എ ഗേൾ ഈസ് സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദി എലിഫന്റ് അല്ലേ, എലിഫന്റിന്റെ മുകളിൽ ടോപ്പിലായിട്ട് ഒരു ഗേൾ, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, സിറ്റ് ചെയ്യുന്നുണ്ട്. ഹിയർ വി ക്യാൻ ആൾസോ സീ ദി പീപ്പിൾ ഹു ബീറ്റ് ദി ഡ്രംസ് അല്ലേ, ഇവിടെ നമുക്ക് കുറച്ച് ആളുകളെ കാണാം, എങ്ങനെ, ഹു ബീറ്റ് ദി ഡ്രംസ് അല്ലേ, ഡ്രംസ് ചെണ്ട ബീറ്റ് ചെയ്യുന്ന മുട്ടുന്ന ആളുകളെയും നമുക്ക് കാണാം. ദർ ആർ പീപ്പിൾ ഹു സെൽസ് ബലൂൺസ് ആൻഡ് ടെഡി ബിയേഴ്സ് അല്ലേ, ബലൂണുകൾ വിൽക്കുന്ന ആളുകളുണ്ട് അല്ലേ, ബലൂൺ സെല്ല് ചെയ്യുന്ന കടക്കാരുണ്ട്. അതുപോലെ ബിയേഴ്സിലെ ടെഡി ബിയേഴ്സിലെ പാവകളെ വിൽക്കുന്ന ആളുകളുണ്ട്. എ ജെയിൻറ്റ് വീൽ ഈസ് റൊട്ടേറ്റിംഗ് അല്ലേ, ഇവിടെ ഒരു യന്ത്ര ഊഞ്ഞാൽ കറങ്ങുന്നുണ്ട് അല്ലേ, ജെയിൻറ്റ് വീൽ, ഒരു വലിയ വീല്, ഒരു വലിയ ചക്രം അല്ലേ, ഒരു വലിയ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഈ പിക്ചറിൽ കണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 10, കളർ ദി പിക്ചർ. ഈ പിക്ചർ കളർ ചെയ്യാനാണ് പറഞ്ഞത്, നിങ്ങൾ മനോഹരമായിട്ട് കളർ ചെയ്യുക. ആക്ടിവിറ്റി 11, പിക്ക് അപ്പ് ദി പാർട്സ് ഓഫ് ദി സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോവിങ്. നമ്മുടെ സ്റ്റോറിയിലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ തന്നത്, അതിൻ്റെ ഭാഗങ്ങൾ പാർട്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്, പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിലെ, കുറേ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം, ഹാർഡ് വർക്കിന് ശേഷം എന്താണ് ബാക്കി, എന്താണ്, ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ അല്ലേ, അവൻ എന്താണ് ഒരു ഗോൾഡ് കോയിൻ വാങ്ങുന്ന അത്രത്തോളം സമ്പാദിച്ചു, ഏൺ ചെയ്തു. ഇതല്ലേ നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ തന്നെ, അവിടെ തന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ആ ലൈനാണല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുള്ള ആ സെൻറ്റൻസ്, അത് ആ വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, കുറേ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം ബാക്കി എന്താണ്, ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. സെക്കൻഡ് വൺ, എ ഫാമർ ലീവ്ഡ് ഇൻ എ ഡാഷ് അല്ലേ, ഫാമർ എവിടെയാണ് ജീവിച്ചിരുന്നത്, എ ഫാമർ ലീവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദി പാലസ് അല്ലേ, ഫാമർ എവിടെയാണ്, വില്ലേജിൽ, ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. ആ വില്ലേജ് എന്തിൻ്റെ അടുത്തായിരുന്നു, പാലസ്, കൊട്ടാരത്തിൻ്റെ അടുത്തായിരുന്നു. വിച്ച് വാസ് നിയർ ദി പാലസ്, പാലസിൻ്റെ അടുത്തായിരുന്നു, നിയർ ആയിരുന്നു. തേർഡ് വൺ, ദി കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദി അല്ലേ, കിങ് എന്താണ് എന്തോന്ന് ഇൻക്രീസ് ചെയ്യാൻ, കൂട്ടാൻ വേണ്ടി തുടങ്ങി, എന്താണ് ഗോൾഡ് കോയിൻസിൻ്റെ നമ്പർ അല്ലേ കൂട്ടാൻ തുടങ്ങി, ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഹി ഓഫേർഡ് അല്ലേ, ഗോൾഡ് കോയിൻസ് അല്ലേ, സ്വർണ്ണ നാണയങ്ങളുടെ നമ്പർ എണ്ണം കൂട്ടാൻ തുടങ്ങിയില്ല, അദ്ദേഹം ഓഫർ ചെയ്ത ആ എണ്ണം കൂട്ടാൻ തുടങ്ങി, അതല്ലേ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത്, കൂട്ടാൻ തുടങ്ങിയത്. ഫോർത്ത് വൺ, കെയർഫുള്ളി ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ഇൻ അല്ലേ, കെയർഫുള്ളി നല്ല സുരക്ഷിതമായിട്ട്, കെയർഫുള്ളായിട്ട് അല്ലേ, ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ, അദ്ദേഹത്തിൻ്റെ ആ ഗോൾഡ് കോയിൻ അല്ലേ, സ്വർണ്ണ നാണയം കെപ്റ്റ് ചെയ്തു, സൂക്ഷിച്ചു. ഇൻ എവിടെയാണ് സൂക്ഷിച്ചത്, ഇൻ ദി ഗ്യാപ്പ് അല്ലേ, ആ ഗ്യാപ്പിലാണ് അല്ലേ, പാലസിൻ്റെ ആ ഗ്യാപ്പിലാണ് സൂക്ഷിച്ചത്. ഇൻ ദി ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദി ബ്രിക്ക് പാക്ക്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസിൽ ഈ ഭാഗം എവിടെയാണ് വരുന്നത് നോക്കുക അല്ലേ, കെയർഫുള്ളി ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ, ഇന്ന് കഴിഞ്ഞിട്ട് ഏതാണല്ലോ, ഇൻ ദി ഗ്യാപ്പിൽ, ആ ഗ്യാപ്പിൽ വെച്ചു. ആൻഡ് പ്ലേസ്ഡ് ദി ബ്രിക്ക് പാക്ക്, എന്നിട്ട് ആ ബ്രിക്ക്, ആ കട്ട തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഫിഫ്ത്ത് വൺ, ദി സോൾഡിയേഴ്സ് ചേസഡ് ദി ഫാമർ, സോൾഡിയേഴ്സ് ആ ഫാമറിനെ ചേസ് ചെയ്തു, പിന്തുടർന്നു. കോട്ട് ഹിം, അദ്ദേഹത്തെ പിടിച്ചു. ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ് അല്ലേ, പിടിച്ചിട്ട് എന്താണ് ചെയ്തത് അല്ലേ, ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ്, എന്നിട്ട് കിങ്ങിൻ്റെ, രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സിക്സ്ത് വൺ, ഓ ഇറ്റ്സ് എ കാർണിവൽ, ഓ അതെന്താണ്, ഇതൊരു കാർണിവൽ ആണല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ് അല്ലേ, ഞാൻ എന്ത് വിഷ് ചെയ്യുന്നു, എനിക്കത് കാണാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ വാക്കുകളാണല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ വിട്ടുപോയ ഭാഗമല്ലേ, ആ പാട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അറേഞ്ച് ദി സെൻറ്റൻസ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ഈ സെൻറ്റൻസ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇത് ഓർഡറിലല്ലോ, ആദ്യം നടന്നതല്ലല്ലോ ആദ്യം എഴുതിയത്, അപ്പോൾ ആദ്യം നടന്നത് ആദ്യം എഴുതിയിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക്, നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു ഓർഡറിൽ, ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞത്.
ഇതിൽ ഫസ്റ്റ് നടന്നത് ഏതാണ്? ഫാമർ ലീവ്ഡ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു ജീവിച്ചിരുന്നു. അതല്ലേ ഫസ്റ്റത്തെ ലൈന്. അപ്പോൾ ഫസ്റ്റ് ഇത്. സെക്കൻഡ് ഏതാണ്? ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. കുറേ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം ഒരു ഗോൾഡ് കോയിൻ വാങ്ങുന്നിടത്തോളം അദ്ദേഹം സമ്പാദിച്ചു. അതാണ് സെക്കൻഡ്. തേർഡ് എന്താണ്? ആ ഗോൾഡ് കോയിൻ വാങ്ങിയിട്ട് ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നതില്ലേ, കെയർഫുള്ളി ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ഇൻ ദി ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ആ ഗോൾഡ് കോയിൻ സൂക്ഷിച്ചതാണ് മൂന്നാമത് നടന്നത്. ഫോർത്ത് വൺ എന്താണ്? ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. അതൊരു കാർണിവൽ ആണെന്ന് പറയുന്നല്ലേ, കാർണിവലിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതാണ് ഫോർത്തായിട്ട് നടന്നത്. ഫിഫ്ത്ത് എന്താണ്? ദി സോൾഡിയേഴ്സ് ചേസ്ഡ് ദി ഫാമർ. സോൾഡിയേഴ്സ് എന്താണ്? ആ ഫാമറിനെ ചേസ് ചെയ്തിട്ട് എന്താണ് അവൻ പിടിച്ചിട്ട് കിങ്ങിന് കൊടുത്തതാണ്, കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതാണ്. ലാസ്റ്റാണ് എന്ത്? ദി കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസിൻ്റെ എണ്ണം കൂട്ടിയത് ലാസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇത് സിക്സ്തായിട്ട് ലാസ്റ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ആ ഓർഡറിൽ കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക. ആക്ടിവിറ്റി 12. റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ് ആൻഡ് ഫിൽ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. അപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ഫോളോവിങ് സെൻറ്റൻസ് വായിച്ചിട്ട് റീഡ് ചെയ്തിട്ട് ബ്ലാങ്ക്സ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിലെ വിത്ത് സ്യൂട്ടബിൾ വേർഡ്സിലെ സ്യൂട്ടായിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ്, എ ഫാമർ ലീവ്ഡ് ഇൻ എ വില്ലേജിലെ, ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഹി വാസ് ഹാർഡ് വർക്കിംഗ്, അദ്ദേഹം വളരെ കഠിനാധ്വാനിയായിരുന്നു. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെ പ്രത്യേകത നോക്കൂ. എ ഫാമർ, ഫാമർ എന്ന് പറഞ്ഞാൽ കർഷകനാണ്, അതൊരു മെയിലാണ് അല്ലേ ഈ സ്റ്റോറിയിൽ. അപ്പോൾ മെയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹി എന്നാണ് കൊടുത്തത് അല്ലേ. ഇവിടെ ഫീമെയിൽ ആയിരുന്നെങ്കിൽ ഷീ എന്നല്ലേ. ഷീ വാസ് ഹാർഡ് വർക്കിംഗ് അല്ലേ, അവൾ എന്നാണ് കൊടുക്കേണ്ടത്, അവനാണല്ലേ. അപ്പോൾ ഹി വാസ് ഹാർഡ് വർക്കിംഗ് അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഹി ലുക്ക്ഡ് അറ്റ് ദി കോയിൻ അല്ലേ, അദ്ദേഹം ആ കോയിനിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ്, അത് തിളങ്ങുന്നുണ്ടായിരുന്നു അല്ലേ. അറ്റ് ദി കോയിൻ, ഈ കോയിൻ എന്നുള്ളത് എന്താണ്? ഒരു വസ്തുവാണല്ലേ കോയിൻ, ദി കോയിൻ. അതുകൊണ്ടാണ് ഇവിടെ ദി കോയിൻ എന്ന് ചേർത്തത്. ദി ഗോഡ്സ് കോട്ട് ഹിം അല്ലേ, ഗോഡ്സ് എന്ന് പറയുന്ന കാവൽക്കാർ അദ്ദേഹത്തെ പിടിച്ചു. ദേ ടുക്ക് ഹിം ടു ദി പാലസ് അല്ലേ, അവരദ്ദേഹത്തെ എന്താണ് പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ദേ എന്ന്, ദി ഗോഡ്സ് എന്നതായതുകൊണ്ട് ഹീ ടുക്ക് എന്നാണോ കൊടുത്തതല്ല, ദേ ടുക്ക് അല്ലേ. ഇവിടെ കുറേ ആളുകളുണ്ട്. ദി ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ആ കാവൽക്കാരല്ലേ, ആ കാവൽക്കാരെന്താണ് കുറേ ആളുകളുണ്ട്. അപ്പോൾ ദേ, അവർ എന്ന് നമ്മൾ യൂസ് ചെയ്യണം. ദേ ടുക്ക് ഹിം ടു ദി പാലസ് അല്ലേ, അവരാണ് അവരെ പിടിച്ചു കൊണ്ടുപോയത്. ഒരാളാണോ? അല്ല. ഒരു പെണ്ണാണോ? ഒരാണോ? അല്ല. ഒരു പെണ്ണോ ആണോ? അല്ല അല്ലേ. പെണ്ണാണെങ്കിൽ ഹീ കൊടുക്കും, പെണ്ണാണെങ്കിൽ ഷീ കൊടുക്കും. ഇവിടെ എന്താണ്? ദി ഗോഡ്സ് എന്നുള്ളത് കുറേ ആളുകളാണല്ലേ, ഒന്നിലധികം ആളുകളാണെങ്കിൽ നമ്മൾ ദേ അല്ലേ, അവർ എന്ന് യൂസ് ചെയ്യണം. ദി കിങ് സോ ദി ഫാമർ അല്ലേ, കിങ് രാജാവ് എന്താണ്? ഫാർമറിനെ, കർഷകനെ കണ്ടു അല്ലേ. ഡാഷ് വണ്ടേഡ്, അപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ഹീ വണ്ടേഡ് അല്ലേ, അദ്ദേഹം വണ്ടർ ചെയ്തു, അത്ഭുതപ്പെട്ടു. അപ്പോൾ ഹീ എന്നാണ് ഇവിടെ. ദി കിങ്, കിങ് എന്ന് രാജാവ് എന്താണ്? ഒരു മെയിലാണല്ലേ, പുരുഷനാണ്. അപ്പോൾ ഹീ വണ്ടേഡ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദി ഗോഡ്സ് ചേസ്ഡ് ദി ഫാമർ, ഗോഡ്സ് കാവൽക്കാരെന്താണ്? ആ ഫാമറിനെ പിന്തുടർന്നു, ചേസ് ചെയ്തു. അപ്പോൾ ഡാഷ് ബോട്ട് ഹിം ടു ദി കിങ് അല്ലേ, അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ദേ എന്നാണല്ലേ. അല്ലെ, ഗോഡ്സ് എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളുണ്ടല്ലേ, അവനോ അവളോ അല്ല. ദി ഗോഡ്സ് എന്ന് പറഞ്ഞാൽ കാവൽക്കാർ എന്നാണ്. അപ്പോൾ അവർ എന്ന് യൂസ് ചെയ്യണല്ലേ. ദേ ബോട്ട് ഹിം ടു ദി കിങ് അല്ലേ, അവർ അദ്ദേഹത്തെ കിങ്ങിൻ്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ദേ എന്നാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ദി ഫാമേഴ്സ് വൈഫ് വാസ് ആംഗ്രി അല്ലേ, ഫാമറിൻ്റെ വൈഫ് അല്ലേ, ഫാമറിൻ്റെ ഭാര്യ എന്താണ്? ദേഷ്യത്തിലായിരുന്നു. ഡാഷ് സ്കോൾഡഡ് ഹിം അല്ലേ, അപ്പോൾ ഇവിടെ എന്താണ്? ഷീ സ്കോൾഡഡ് ഹിം അല്ലേ, ഷീ സ്കോൾഡഡ് ഹിം അല്ലേ, അവൾ എന്താണ്? വഴക്ക് പറഞ്ഞു, അവനെ വഴക്ക് പറഞ്ഞു, സ്കോൾഡ് ചെയ്തു അല്ലേ, ദേഷ്യപ്പെട്ടു എന്നുള്ളത്. ഇവിടെ എന്താണ്? ഫാമറിൻ്റെ വൈഫാണല്ലേ. വൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയാണല്ലേ, ഒരു ഫീമെയിലാണ്. അപ്പോൾ ഷീ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ വൈഫ് ആയതുകൊണ്ട് ഇവിടെ ഷീ എന്ന് കൊടുക്കുക അല്ലേ. ആണുങ്ങളല്ലേ, മെയിലാണെങ്കിൽ ഹീ എന്ന് യൂസ് ചെയ്യുക അല്ലേ. ഫാർമറായപ്പോൾ ഹീ യൂസ് ചെയ്തു. ഇനി ഒന്നിലധികം ആളുകളാണെങ്കിൽ ദി ഗോഡ്സ് അല്ലേ, ഒന്നിലധികം ആൾ ദേ അല്ലേ, ദേ എന്ന് യൂസ് ചെയ്യുക അല്ലെ. ഒരു വസ്തുവാണെങ്കിൽ എന്താണ്? കോയിൻ എന്നുള്ളത് ഒരു ആണോ പെണ്ണോ ഒന്നും അല്ലല്ലോ. കോയിൻ എന്നുള്ളത് ഒരു വസ്തുവാണ്, ഒരു സാധനമാണ്. അപ്പോൾ ദി കോയിൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ എന്നുള്ള വേർഡാണ് നമ്മൾ. ഹീ, ഷീ, ദേ, ദി. അപ്പോൾ ഈ വേർഡ്സൊക്കെ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പഠിച്ചത്. ഒരു സ്റ്റോറി റീഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് റീഡ് ആൻഡ് റീചോയ്സ്. ഹാർഡ് വർക്ക് കൗണ്ട്സ്. ഹാർഡ് വർക്ക് മീൻസ് കഠിനാധ്വാനം. അപ്പോൾ ഒരു സ്റ്റോറിയാണ് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. വൺസ് ദർ ലീവ്ഡ് എ റെഡ് ഹെൻ അല്ലേ, ഒരിക്കൽ ഇവിടെ എന്താണ്? ഒരു റെഡ് അല്ലേ, ചുവന്ന കോഴി ജീവിച്ചിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ് അല്ലേ, അവൾ എന്താണ്? ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. ബട്ട് ഹെർ ഫ്രണ്ട്സ്, പക്ഷേ അവളുടെ കൂട്ടുകാരെന്തായിരുന്നു? ദി കൗ, ദി ഡോഗ് ആൻഡ് ദി പിഗ് വെർ വെരി ലേസി അല്ലേ. കൗ പശു, ദി ഡോഗ് അല്ലേ നായ, ആൻഡ് ദി പിഗ് പന്നി എന്തായിരുന്നു? വെർ വെരി ലേസി അല്ലേ, വളരെ മടിയന്മാരായിരുന്നു, ലേസി ആയിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഷീ ഗോട്ട് സം വീറ്റ് അല്ലേ, അവൾക്ക് കുറച്ച് വീറ്റ് ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക് അല്ലേ, അവൾക്ക് എന്താണ്? അതിനോടൊരു കേക്ക് ഉണ്ടാക്കണമായിരുന്നു. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ് അല്ലേ, അവളുടെ കൂട്ടുകാരോട് സഹായത്തിന് വേണ്ടിയിട്ട് അവൾ ചോദിച്ചു, ആസ്ക് ചെയ്തു. ബട്ട് ദേ ഡിഡ് നോട്ട് ഹെൽപ്പ്, പക്ഷേ അവരാരും അവളെ ഹെൽപ്പ് ചെയ്തില്ല, സഹായിച്ചില്ല. സോ ദി ഹെൻ ഗ്രൗണ്ട് ദി വീറ്റ് ആൻഡ് മെയ്ഡ് ദി ഫ്ലോർ ഹെർസെൽഫ്. അതുകൊണ്ട് തന്നെ അവൾ എന്താണ്? ആ വീറ്റ് എന്താണ്? ഗ്രൗണ്ട് ചെയ്തു, പൊടിച്ചു. ആൻഡ് മെയ്ഡ് ദി ഫ്ലോർ ഹെർസെൽഫ്, ആ പൊടിയിലെ ഗോതമ്പ് പൊടി ഫ്ലോർ എന്താണ്? അവൾ തനിയെ ഉണ്ടാക്കി, ഹെർസെൽഫായിട്ട് ഉണ്ടാക്കി, ഒറ്റയ്ക്ക് ഉണ്ടാക്കി. മീൻ വൈൽ ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്
അല്ലെ. മീൻ വൈൽ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് അവളുടെ ഫ്രണ്ട്സ് എന്താണ് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ട് കളിക്കുകയായിരുന്നു, പ്ലേ ചെയ്യുകയായിരുന്നു. ഷീ ബേക്ക്ഡ് ദി കേക്ക് ആൾ ബൈ ഹെർസെൽഫ് അല്ലേ. അവൾ ആ കേക്ക് ബേക്ക് ചെയ്തു, ഉണ്ടാക്കി. ആൾ ബൈ ഹെർസെൽഫ്, അവൾ തനിയെ ഹെർസെൽഫായിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. വെൻ ദി കേക്ക് വാസ് റെഡി ഹെർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ് അല്ലേ. വെൻ ദി കേക്ക് വാസ് റെഡി, ആ കേക്ക് റെഡി ആയപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാം എന്താണ് അത് തിന്നാൻ വേണ്ടിയിട്ട് ഓടി വന്നു അല്ലേ. ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്, അത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഹൂ ഡിഡ് ആൾ ദി വർക്ക് ദി ഹെൻ ആസ്ക്ഡ്. ഹെന്ന കോയി എന്താണ് ചോദിച്ചത്? ഹൂ ഡിഡ് ആൾ ദി വർക്ക്, എല്ലാ ജോലിയും ചെയ്തത് ആരാണ്? യു ആൾ സൈഡ്, എല്ലാവരും എന്ത് പറഞ്ഞു? യു, നീ എന്ന് പറഞ്ഞു. ഇഫ് സോ ഹൂ ഡിസേർവ് ദി കേക്ക്, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഈ കേക്ക് ഡിസേർവ് ചെയ്യുന്നത്, അവകാശമുള്ളത് ആർക്കാണ്? ഈ കേക്കിന് അധികാരം ആർക്കാണെന്ന് ചോദിച്ചു. ദി ഹെൻ ആസ്ക്ഡ്, കോയി ചോദിച്ചു. ഹെർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്ക് ദേ ഫെൽറ്റ് അഷെയിംഡ്. ഹെർ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? അണ്ടർസ്റ്റുഡ് ആയി. ദെയർ മിസ്റ്റേക്ക്, അവരുടെ മിസ്റ്റേക്ക് മനസ്സിലായി. ദേ ഫെൽറ്റ് അഷെയിംഡ്, അവർക്ക് എന്താണ്? അഷെയിം ആയില്ലേ, നാണക്കേട് തോന്നി. ഡോണ്ട് വെറി ദിസ് ടൈം ഐ ഷാൾ ഷെയർ ദി കേക്ക് വിത്ത് യു. ഡോണ്ട് വെറി, വിഷമിക്കണ്ട, ഈ സമയം അല്ലേ. ദിസ് ടൈം ഐ ഷാൾ ഷെയർ ദി കേക്ക് വിത്ത് യു, ഈ സമയം ഞാൻ എന്താണ് എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബട്ട് ഡോണ്ട് ബി ലേസി എനിമോർ, പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ മടിയന്മാരാവരുത്, ലേസിനെസ് കാണിക്കരുത്. ഇത്തവണ ഞാൻ നിങ്ങൾക്ക് എന്താണ് കേക്ക് ഷെയർ ചെയ്യാം. അപ്പം എന്താണ്? മടിയന്മാരാവരുത് എന്നുള്ള പാഠമാണ് ഇതിൽ കാണിക്കുന്നത്. റീകാസ്റ്റ് ദി സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്, നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ്, ഇൻ മൈ വേർഡ്സ് അല്ലേ. നിങ്ങളുടേതായ വേർഡ്സിൽ ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനാണ്, ഫുള്ളായിട്ട് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഓർഡറിൽ. അപ്പോൾ ഈ ഓർഡറിൽ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതിക്കൊണ്ട് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഓർഡറിൽ ഇങ്ങനെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. എല്ലാ ചാപ്റ്ററിലും ആക്ടിവിറ്റീസ് ഇതുപോലെ ഒന്നും ഉണ്ടാവാറുണ്ടല്ലേ. ഹൂ ഈസ് ഇൻ ദി പിക്ചർ, ആരാണ് ഈ പിക്ചറുള്ളത്? ഫാമറാണ്. വാട്ട് കൈൻഡ് ഓഫ് മാൻ വാസ് ഹി അല്ലേ. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു അല്ലേ? കഠിനാധ്വാനി ആയിരുന്നു അല്ലേ, ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു. ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ഗോൾഡ് കോയിൻ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗോൾഡ് കോയിൻ കിട്ടിയത്? ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോ നാണയങ്ങളും സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഗോൾഡ് കോയിൻ വാങ്ങുന്നത്. തേർഡ് വൺ എന്താണ്? വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ദി ഗോൾഡ് കോയിൻ അല്ലെ. ആ ഗോൾഡ് കോയിൻ ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് ചെയ്തത്? അത് പാലസിൻ്റെ ബ്രിക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ, വാളിൻ്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത് അല്ലേ. ഫോർത്ത്, വാട്ട് വാസ് ദി വിഷ് ഓഫ് ദി ഫാമേഴ്സ് വൈഫ്. ഫാമറിൻ്റെ വൈഫിൻ്റെ വിഷ് എന്താണ്? ആഗ്രഹം എന്തായിരുന്നു? കാർണിവൽ കാണണമെന്നുള്ളതായിരുന്നു. വാട്ട് ഡിഡ് ദി ഫാമേഴ്സ് വൈഫ് ടെൽ ഹിം അല്ലേ. ഫാമറിൻ്റെ വൈഫ് എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞതിൽ? എല്ലാ ദിവസവും കുതിരയെ പോലെ പണിയെടുത്തിട്ടും നിങ്ങളുടെ കയ്യിലൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ചോദ്യമൊക്കെ ഉൾപ്പെടുത്തണം. വാട്ട് ഡിഡ് ദി ഫാമർ ഡു ദെൻ, എന്നിട്ട് ആ ഫാമർ എന്താണ് ചെയ്തത്? ആ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കാൻ ആ പാലസിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു അല്ലേ? അവരെ പിടിച്ചു അല്ലേ. വാട്ട് ഡിഡ് ദി കിങ് ഗീവ് ദി ഫാമർ, ആ ഫാമറിന് കിങ് എന്താണ് കൊടുത്തത് അല്ലേ? ഗോൾഡ് കോയിൻസ് കൊടുത്തതും ഓഫർ ചെയ്തതും അതൊക്കെ ഉൾപ്പെടുത്തണം. വൈ വാസ് ദി കിങ് ആൻഡ് ദി ഫാമർ ഹാപ്പി അല്ലേ. എന്തുകൊണ്ടാണ് കിങ്ങും ഫാമർ രണ്ടാളും സന്തോഷവാന്മാരായത്? ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ സ്റ്റോറി ഇവിടെ നരേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഫാമറിൻ്റെ ഹോൾ സ്റ്റോറി ഷോർട്ടാക്കിയിട്ട് ഫുൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? വൺസ് ദർ ലീവ്ഡ് എ പുവർ ഫാമർ അല്ലേ. ഒരിക്കലും എന്താണ് ഒരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അല്ലേ. അദ്ദേഹം എന്തായിരുന്നു? വളരെ കഠിനാധ്വാനിയായിരുന്നു. ബട്ട് ഹി നെവർ ഏൺഡ് എനിത്തിങ്, പക്ഷേ അവനൊന്നും ഏൺ ചെയ്യാനില്ല, സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. വൺ ഡേ ഹി തോട്ട് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ അല്ലേ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു, തോട്ട് ചെയ്തു. ആൻഡ് ദെൻ ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ അല്ലേ. അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ വാങ്ങുന്ന അത്രത്തോളം സമ്പാദിച്ചു, ഏൺ ചെയ്തു. ഹിസ് ഹൗസ് വാസ് നിയർ എ പാലസ് അല്ലേ. ഒരു പാലസിൻ്റെ നിയർ ആയിട്ട് അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്, ഹൗസ്. സോ ഹി പുട്ട് ഹിസ് കോയിൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോയിൻ എവിടെയാണ് സൂക്ഷിച്ചത്? ഇൻ ബിറ്റ്വീൻ എ ലൂസ് ബ്രിക്ക് ഓഫ് പാലസ് വാൾ, പാലസിൻ്റെ വാളിൽ, ഭിത്തിയുടെ ലൂസായിട്ട് ഇളകി കിടക്കുന്ന കഷ്ണങ്ങളിലെ. സോ ഹി പുട്ട് ഹിസ് കോയിൻ ഇൻ ബിറ്റ്വീൻ എ ലൂസ് ബ്രിക്ക് ഓഫ് പാലസ് വാൾ. സോ ഹി പുട്ട് ഹിസ് കോയിൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ കോയിൻ എവിടെയാണ് സൂക്ഷിച്ചത്, വെച്ചത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ എ ലൂസ് ബ്രിക്ക് ഓഫ് പാലസ് വാൾ, പാലസിൻ്റെ വാള്, ചുമരിൻ്റെ ഒരു ഇളകിയ ബ്രിക്കിൻ്റെ ഉള്ളിലായിട്ട്, ബിറ്റ്വീനായിട്ടാണ് കെപ്റ്റ് ചെയ്തത്, സൂക്ഷിച്ചത്. വൺ ഡേ ദി ഫാമേഴ്സ് വൈഫ് ടോൾഡ് ഹിം ദാറ്റ് ഷീ വാണ്ടഡ് ടു സീ ദി കാർണിവൽ. വൺ ഡേ, ഒരു ദിവസം, ദി ഫാമേഴ്സ് വൈഫ്, കർഷകൻ്റെ ഭാര്യ, ടോൾഡ് ഹിം പറഞ്ഞു, ദാറ്റ് ഷീ വാണ്ടഡ് ടു സീ ദി കാർണിവൽ അല്ലേ. അവർക്ക് എന്താണ്? കാർണിവൽ കാണണമെന്ന് പറഞ്ഞു അല്ലേ, ഉത്സവം കാണണമെന്ന് പറഞ്ഞു. ദി ഫാമർ ഡിസൈഡഡ് ടു ടേക്ക് ഹർ ടു ദി കാർണിവൽ അല്ലേ. അപ്പോൾ ഫാർമർ എന്താണ്? കാർണിവലിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു. സോ ഹി വെൻറ്റ് ടു ദി പാലസ് ടു ഗെറ്റ് ബാക്ക് ദാറ്റ് ഗോൾഡ് കോയിൻ അല്ലേ. അതുകൊണ്ട് തന്നെ പാലസിലേക്ക് തിരിച്ചു പോയിട്ട് ആ ഗോൾഡ് കോയിൻ ഗെറ്റ് ബാക്ക് അല്ലേ, തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതിനു വേണ്ടി പോയി.
ഓൺ ഹിസ് വേ അല്ലെ അദ്ദേഹത്തിൻ്റെ ആ വഴിയിൽ ഹി സോ സോൾഡിയേഴ്സിലെ സോൾഡിയേഴ്സിനെ ഭടന്മാരെ കണ്ടു. ദർ നിയർ ദി പാലസ് വാൾ, പാലസിൻ്റെ വാളിൻ്റെ അടുത്തായിട്ട്. ഹി മൂവ്ഡ് ടുവേർഡ്സ് ദി വാൾ, അദ്ദേഹം വാളിൻ്റെ അടുത്തേക്കായിട്ട് നീങ്ങി. സഡൻലി ഹി സോ ദി കിങ് സ്റ്റാൻഡിങ് ഓൺ ദി ബാൽക്കണി, സഡൻലി പെട്ടെന്ന് ഹി സോ കണ്ടു ദി കിങ് അല്ലെ രാജാവ് ആ ബാൽക്കണിയിൽ നിൽക്കുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് കണ്ടു. ദി ഫാമർ വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് റൺ അവേ ഫ്രം ദർ അല്ലെ ഫാമർ എന്താണ് പേടിച്ചു അല്ലെ ഫ്രൈറ്റൻഡ് അല്ലെ ആൻഡ് റൺ അവേ ഫ്രം ദർ അവിടുന്ന് പേടിച്ച് ഓടില്ലേ ദൂരേക്ക് ഓടി. ദി കിങ് സോ ദി ഫാമർ റണ്ണിങ് അല്ലെ ഫാമർ കർഷകൻ ഓടുന്നത് രാജാവ് കണ്ടുല്ലേ കിങ് സോ. ആൻഡ് ഹി കമാൻഡഡ് ഹിസ് സോൾഡിയേഴ്സ് ടു ടേക്ക് ഹിം ടു ദി കോർട്ട് അല്ലേ ഹി കമാൻഡ് ചെയ്തു കൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സോൾഡിയേഴ്സിനോട് ഭടന്മാരോട് ടു ടേക്ക് ഹിം ടു ദി കോർട്ട് അല്ലേ അദ്ദേഹത്തെ കോർട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അറ്റ് ദി റോയൽ കോർട്ട് ദി ഫാമർ നരേറ്റഡ് ദി വോൾ സ്റ്റോറി ടു ദി കിങ് അല്ലേ ആ റോയൽ കോർട്ടിനടുത്തുനിന്ന് ആ റോയൽ കോർട്ട് രാജകോടതിയിൽ എന്താണ് ആ ഫാമർ എല്ലാ സ്റ്റോറിയിലെ വോൾ സ്റ്റോറി കിങ്ങിനോട് നരേറ്റ് ചെയ്തു പറഞ്ഞു കൊടുത്തു. ദി കിങ് ഓഫേർഡ് ഫാമേഴ്സ് ഗോൾഡ് കോയിൻ ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് 1 ഗോൾഡ് കോയിൻ. ഫാമർ എന്ത് ഓഫറാണ് കൊടുത്തത്? ഫസ്റ്റ് ഫാമറിൻ്റെ ഗോൾഡ് കോയിന് പകരമായിട്ട് ഇൻസ്റ്റഡ് ആയിട്ട് അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ വേറെ തരാമെന്ന് പറഞ്ഞു. ബട്ട് ദി ഫാമർ റെഫ്യൂസ്ഡ് ദി ഓർഡർ, പക്ഷേ ആ ഫാമർ എന്താണ് ഓർഡർ നിരസിച്ചു അല്ലെ റെഫ്യൂസ് ചെയ്തു. ദി കിങ് ഓഫേർഡ് മെനി തൗസൻഡ്സ് ഓഫ് ഗോൾഡ് കോയിൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫാമേഴ്സ് 1 ഗോൾഡ് കോയിൻ. ദി കിങ് ഓഫേർഡ് അല്ലെ കിങ് പിന്നെന്താണ് ഓഫർ കൊടുത്തത്? മെനി തൗസൻഡ്സ് ഓഫ് ഗോൾഡ് കോയിൻസിലെ കുറേ ആയിരക്കണക്കിന് ഗോൾഡ് കോയിൻസ് തരാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ഫാമേഴ്സ് 1 ഗോൾഡ് കോയിൻ എന്തിന് പകരമായിട്ട്? ഫാമറിൻ്റെ ആ ഒരു ഗോൾഡ് കോയിൻ്റെ പകരമായിട്ട് ഇൻസ്റ്റഡ് ആയിട്ടാണ് ആയിരക്കണക്കിന് ഗോൾഡ് കോയിൻസ് തരാമെന്ന് പറഞ്ഞത്. ബട്ട് ദി ഫാമർ അഗെയിൻ ആൻഡ് അഗെയിൻ റെഫ്യൂസ്ഡ് ആൾ ഓഫ് ഹിസ് ഓഫേഴ്സ്. പക്ഷെ നമ്മുടെ കർഷകൻ എന്താ ചെയ്തത്? ഫാമർ അഗെയിൻ ആൻഡ് അഗെയിൻ വീണ്ടും റെഫ്യൂസ് ചെയ്തു നിരസിച്ചു. ആൾ ഓഫ് ഹിസ് ഓഫേഴ്സ് എല്ലാ ഓഫറുകളും രാജാവിൻ്റെ എല്ലാ ഓഫറുകളും നിരസിച്ചു റിഫ്യൂസ് ചെയ്തു. ഫൈനലി ദി കിങ് ഓഫേർഡ് ഫാമേഴ്സ് ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് 1 ഗോൾഡ് കോയിൻ. ഫൈനലി ദി കിങ് ഓഫേർഡിലെ അവസാനം ആ കിങ് ഓഫർ കൊടുത്തത് എന്താണ് അല്ലെ ഫാമറിന് കൊടുത്ത ഓഫർ എന്താണ്? ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം അല്ലെ ആ കിങ്ഡത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ പകുതി ഭാഗം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് 1 ഗോൾഡ് കോയിൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡ് കോയിൻ്റെ പകരമായിട്ട്. ദി ഫാമർ അക്സെപ്റ്റഡ് ദി ഓഫർ അല്ലെ ഫാമർ എന്താണ് ആ ഓഫർ സ്വീകരിച്ചു. ആൻഡ് ടോൾഡ് ദാറ്റ് ഹി വിൽ ടേക്ക് ദി ഹാഫ് പാർട്ട് വേർ ഹിസ് കോയിൻ ഈസ് കെപ്റ്റ്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഹി വിൽ ടേക്ക് ദി ഹാഫ് പാർട്ടിലെ ആ ഒരു പകുതി ഭാഗം ഞാൻ എടുക്കാം. വേർ ഹിസ് കോയിൻ ഈസ് കെപ്റ്റ് എവിടെയാണോ അദ്ദേഹത്തിൻ്റെ ആ കോയിൻ സൂക്ഷിച്ച ആ ഭാഗം ഞാൻ എടുക്കാം. ആൻഡ് ആഫ്റ്റർ ഹി ഗോട്ട് ഹിസ് കോയിൻ ഹി വിൽ ഗീവ് ദി കിങ്ഡം ബാക്ക് ടു ദി കിങ്. ആ കോയിൻ എടുത്തതിന് ശേഷം ആ കിങ്ഡം എന്താണ് ഞാൻ രാജാവിന് തന്നെ തിരിച്ചു നൽകാം തിരിച്ചു തരാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ദി കിങ് അഡ്മയർഡ് ഫാമേഴ്സ് ഹോണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക് ആ കിങ്ങിന് രാജാവിന് എന്താണ് ഫാമറിൻ്റെ കർഷകൻ്റെ ആ ഹോണസ്റ്റിയിലെ സത്യസന്ധതയും ഹാർഡ് വർക്കും കഠിനാധ്വാനവും എന്താണ് ഇഷ്ടപ്പെട്ടു അതിൽ അഡ്മയർ ആയില്ലേ. കിങ് എന്ത് ഗിഫ്റ്റ് ചെയ്തു? ഹി ഗിഫ്റ്റഡ് ദി ഫാമറിന് ഗിഫ്റ്റ് കൊടുത്തു എന്ത്? ആൾ ഓഫ് ദി ഗോൾഡ് കോയിൻ എല്ലാ ഗോൾഡ് കോയിൻ എലോങ് വിത്ത് ഹിസ് 1 ഗോൾഡ് കോയിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡ് കോയിൻ്റെ കൂടെ ബാക്കിയുള്ള ഗോൾഡ് കോയിൻസും ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. ദി ഫാമർ ബിക്കെയിം വെരി ഹാപ്പി അല്ലേ അങ്ങനെ കർഷകന് നമ്മുടെ ഫാമറിന് വളരെ സന്തോഷമായി. അതുപോലെ നമ്മുടെ കിങ്ങിനും സന്തോഷമായില്ലേ നല്ല സത്യസന്ധമായിട്ടുള്ള ഒരാളെ കണ്ടതിൽ. ആക്ടിവിറ്റി 18 ഒബ്സർവ് ദി പിക്ചർ കെയർഫുള്ളി. ഈ പിക്ചർ കെയർഫുള്ളായിട്ട് നിരീക്ഷിക്കാൻ ഒബ്സർവ് ചെയ്യാൻ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. എന്നിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള ഭാഗത്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞത്. ഒരു കഥ അല്ലേ ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് ഈ പിക്ചറിലുള്ളത് എന്താണോ ഒരു കഥയാക്കി എഴുതാനാണ് പറഞ്ഞത്. ഈ പിക്ചറിൽ എന്താണ് ഒരു വികൃതിയായ ഒരു പൂച്ചക്കുട്ടിയെ കാണാം അല്ലേ എല്ലാം വലിച്ചെറിഞ്ഞ് അലമ്പാക്കുന്ന ഒരു വികൃതിയായിട്ടുള്ള പൂച്ചക്കുട്ടി. എന്നിട്ട് എന്താണ് ആ വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ടീച്ചർ എന്താണ് അവർക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലേ. ആ ക്ലാസ്സിന് ശേഷം എന്താണ് നമ്മുടെ പൂച്ച എന്താണ് നല്ലതുപോലെ അമ്മയെ സഹായിക്കുന്നതും അല്ലെ നല്ല വൃത്തിയുള്ള കുട്ടിയായി മാറുന്നതുമാണ്. അപ്പോൾ വൃത്തിയെക്കുറിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും ടീച്ചർ എടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ആക്കിയിട്ട് നമ്മൾ ഈ പിക്ചറിനെ ഈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളിടത്ത് നിങ്ങൾ എഴുതണം. വൺസ് അപ്പോൺ എ ടൈം അല്ലേ പണ്ട് ഒരിക്കൽ ദർ വാസ് എ നോട്ടി കിറ്റൻ. അവിടെ ഒരു നോട്ടി ആയിട്ടുള്ള വികൃതിയായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് മിട്ടു അല്ലേ അവൻ്റെ പേരെന്തായിരുന്നു? മിട്ടു എന്നായിരുന്നു. ഹി വുഡ് മേക്ക് എവറി പ്ലേസ് ഡേർട്ടി അല്ലേ അവൻ എന്താണ് എല്ലാ സ്ഥലവും ഡേർട്ടി ആക്കുമായിരുന്നു വൃത്തിഹീനമാക്കുമായിരുന്നു. ഹി വുഡ് ഡ്രാഗ് ആൾ ദി ഡിഷസ് ആൻഡ് ക്ലോത്ത്സ് ദാറ്റ് ഹിസ് മദർ ഹാഡ് സ്റ്റാക്ഡ്. ഹി വുഡ് ഡ്രാഗിലെ അവനെല്ലാം വലിച്ചിടുമായിരുന്നു. ആൾ ദി ഡിഷ് പാത്രങ്ങളും ആൻഡ് ക്ലോത്ത്സിലെ തുണികളും ദാറ്റ് ഹിസ് മദർ ഹാഡ് സ്റ്റാക്കിലെ അവൻ്റെ അമ്മ അടുക്കി വെച്ച എല്ലാ സാധനങ്ങളും അവൻ എന്താണ് ഡ്രാഗ് ചെയ്ത് വലിച്ചിടുമായിരുന്നു. വൺസ് ഹിസ് ടീച്ചർ തോട്ട് ദം ദി ലെസൺ ഓഫ് ക്ലീനിനെസ് അല്ലേ ഒരിക്കൽ അവൻ്റെ ടീച്ചർ എന്താണ് ക്ലീനിനെസ് വൃത്തിയുടെ പാഠം എന്താണ് പഠിപ്പിച്ചു അല്ലേ തോട്ട് ചെയ്തു. ഹിസ് ടീച്ചർ ടോൾഡ് ഹിം ദാറ്റ് വി ആൻഡ് അവർ സറൗണ്ടിങ്സ് ഷുഡ് ആൾവേസ് ബി ക്ലീൻ അല്ലേ അവൻ്റെ ടീച്ചർ അവനോട് എന്താണ് പറഞ്ഞത്? നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്താണ് എപ്പോഴും
വൃത്തിയുള്ളവരായിരിക്കണം, എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഫ്രം ദാറ്റ് ഡേ ഹി ബിക്കേം എ ഗുഡ് ബോയ്. ആ ദിവസത്തിന് ശേഷം അവൻ എന്തായാലും നല്ല കുട്ടിയായി, ഒരു ഗുഡ് ബോയ് ആയി. ഹി ഹെൽപ്ഡ് ഹിസ് മദർ ഇൻ എവ്രിതിങ്. അല്ലേ, അവനെന്താ അവൻ്റെ അമ്മയെ എല്ലാത്തിലും സഹായിക്കാൻ തുടങ്ങി. ഹെൽപ്പ് ചെയ്യുന്ന ചിത്രം ഉണ്ടല്ലേ. ഹി സ്റ്റാർട്ടഡ് ക്ലീനിങ് ദി കിച്ചൺ ആൻഡ് ദി റൂം ബൈ ഹിംസെൽഫ്. അല്ലെ, അവനെന്താണ് അവൻ്റെ കിച്ചണ് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അതുപോലെ അവൻ്റെ റൂം അവൻ തന്നെ സ്വയം വൃത്തിയാക്കാൻ ഹിംസെൽഫായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അല്ലേ, അപ്പോൾ ആ പിക്ചറൊക്കെ എന്താണ് ഈ പിക്ചറിലുണ്ടല്ലേ, ആ പിക്ചറിലുള്ളത് നിങ്ങളൊന്ന് ഒരു കഥയാക്കി എഴുതുക. അല്ലേ, ആൾ ദി ഫാമിലി മെമ്പേഴ്സ് വെർ സർപ്രൈസ്ഡ് ടു സീ ദി ചേഞ്ച് ഇൻ മിട്ടു. അല്ലെ, എല്ലാ ഫാമിലി മെമ്പേഴ്സും അല്ലേ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവനെ കണ്ടിട്ട് സർപ്രൈസായി, അത്ഭുതപ്പെട്ടു. അല്ലെ, അവൻ്റെ ചേഞ്ച് കണ്ടിട്ട്, അവൻ്റെ മാറ്റം കണ്ടിട്ട്, മിട്ടുവിൻ്റെ ചേഞ്ച് കണ്ടിട്ട്. അവൻ്റെ നോട്ടിനെസ് ഒക്കെ കാണിക്കുന്ന പിക്ചറാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ അവൻ എന്താണ് നോട്ടി കിറ്റനാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങളെന്താണ് അത് ഒരു സ്റ്റോറി പോലെ നരേറ്റ് ചെയ്തിട്ട് എഴുതുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി 14 ഡിജി ടാസ്ക് ആണ്. അതായത് വീഡിയോ ക്ലിപ്പും ഓഡിയോ ഡയറിയും ഒക്കെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ വീഡിയോ ക്ലിപ്പ് എന്താണ് ഷെയർ ചെയ്യേണ്ടത്? ദിസ് ഈസ് ദി ടൈം ഓഫ് ഫെസ്റ്റിവൽസ്. അല്ലേ, ഫെസ്റ്റിവൽസിൻ്റെ ടൈമാണ്. പ്രിപ്പയർ എ വീഡിയോ ഓഫ് എ ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. അല്ലേ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ പ്ലേസിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ വീഡിയോ എടുത്തിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനാണ്. ഒരു ആഘോഷത്തിൻ്റെ അല്ലെ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യാനാണ്. നെക്സ്റ്റ് ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ നരേഷൻ ഓഫ് ദി വേരിയസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ, ജോബ്സിനെ കുറിച്ചിട്ട് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ്. ഒന്നും എഴുതാനുള്ളതല്ല. വീഡിയോയും ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചർക്ക് അയക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഈ ഹോണസ്റ്റി പേസ് എന്ന ഈ പാഠഭാഗം ഞാൻ ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് അത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.